കർത്താവിനെ ഒരു നിമിഷം സ്തുതിക്കാമല്ലോ. കണ്ണുകളെ അടച്ചുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഭാവിയെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതനും സർവശക്തനുമായ ദൈവമേ, അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം മഹത്വം. യേശുവേ അങ്ങ് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ അധികമായി അധികമായി പകരട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരട്ടെ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരട്ടെ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ പകരട്ടെ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ പകരട്ടെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏക മനസ്സുള്ളവരായി ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്ന മഹാകൃപയെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന യേശുവേ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ. സർവസ്വതയില്ലാമല്ലോ. നാം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത തിരുവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഷാജു പാസ്റ്ററിലൂടെ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെയും കുറിച്ച് നമുക്ക് ഒത്തിരി വിശ്വാസത്തിനും ശക്തിക്കുമെല്ലാമുള്ള വചനങ്ങൾ നമുക്ക് പകർന്നു തന്നു. ജോസ് പാസ്റ്ററിലൂടെ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാബൂൾ എന്ന പൗലോസിനെ ദൈവം വിളിച്ച് അദ്ദേഹത്തെ കുറിച്ച് ചെയ്യിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായി. നമ്മൾ ഇത്രയും വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കേട്ടുകൊണ്ടിരിക്കുന്ന വചനം തന്നെയാണ്. ഇനിയും കാലവും അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്. പക്ഷെ ഈ വചനങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ എത്ര വചനമുണ്ട് എന്നാണ് നമ്മൾ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത്. എനിക്ക് ജീവിതത്തിൽ എന്ത് അനുഭവം കിട്ടി, എൻ്റെ ജീവിതത്തിൽ എനിക്കെന്ത് മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ 17 വർഷമായി ഈ സഭ, നമ്മുടെ ഈ സഭ തുടങ്ങി. അന്ന് മുതൽ വചനം കേൾക്കുന്ന ഞാൻ എത്രമാത്രം ആത്മാവിൽ വളർന്നു, എത്രമാത്രം ഞാൻ വചനത്തിൽ ശക്തിപ്പെട്ടു. നമുക്കിനിയൊരു മാനസാന്തരത്തിന്റെ വചനം കേൾക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരല്ലേ? നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് അവകാശപ്പെടുന്നവരല്ലേ? പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സാത്താന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുത്തു എന്ന് വിശ്വസിക്കുന്നവരല്ലേ? അപ്പോൾ നമ്മൾ ഇനി ദൈവത്തെ ആരാധിക്കുകയല്ലേ വേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ആരാധിക്കുക. ഞാൻ ഇവിടെ പോകുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. ഇന്ന് കേട്ട വചനം, ഇന്നെന്തായിരുന്നു മെസ്സേജ്? ഇന്നതായിരുന്നു മെസ്സേജ്. അനുഗ്രഹപ്രദമായിരുന്നു. എന്നാൽ ഇത് എന്റെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹമായി, എന്റെ ജീവിതത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഞാൻ ഇന്ന് ദൈവം അയച്ച ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനം എത്രമാത്രം ഞാൻ ഉൾക്കൊണ്ടാണ് ജീവിക്കുന്നത്. എനിക്ക് അതിൽ എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് അനുദിനം അത് ഏറ്റുപറയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഇന്ന് അവസരം തന്നിരിക്കുകയാണ്. ഈ മണിക്കൂറുകൾ മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇനിയും നമ്മൾ മണിക്കൂറുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയൊരു മാറ്റത്തിന്റെ, വലിയൊരു വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കും. ഒരു കുട്ടി പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു,
ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്നാണ് ഈ തിരുവചനം പറയുന്നത്. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ വളരെ ലഘുവായി ദൈവം, യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുന്നു. നമ്മൾ നമ്മുടെ ഒരു സ്നേഹിതനോട് വളരെ സ്നേഹത്തിൽ നമ്മൾ പറയുന്നത് പോലെ മോശയുമായി അഭിമുഖം നടത്തുന്ന ദൈവം, ആ ദൈവം തന്നെയല്ലേ, ആ യഹോവ തന്നെയല്ലേ നമ്മുടെ ഈ ക്രിസ്തു? അതെ, ആ യഹോവ തന്നെയാണ് ഈ ക്രിസ്തു, യഹോവ തന്നെയാണ് യേശു. ആ യേശു ഇന്ന് നമ്മളോട് സംസാരിക്കില്ലേ? അന്ന് മോശയോട് സംസാരിച്ച ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കില്ലേ? സംസാരിക്കും, അവൻ സംസാരിക്കും. നമ്മൾ വചനം വായിക്കുമ്പോൾ വായനയിലൂടെ, വചനത്തിലൂടെ അവൻ സംസാരിക്കും. വചനം പ്രസംഗിക്കുമ്പോൾ കേൾവിയിലൂടെ അവൻ നമ്മളോട് സംസാരിക്കും. നമ്മൾ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. എന്നോട് നിങ്ങളോട് സംസാരിക്കും. നമ്മൾ ദൈവ ശബ്ദം കേൾക്കും, കേട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവമാണ് ഈ ദൈവം, നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് യേശുവേ എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവ്, ആ യേശുവിന്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് വാഗ്ദത്ത പ്രകാരം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്. ആ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ തന്നെ ഓരോ ദിനങ്ങളും നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. കർത്താവിനോട് നമ്മൾ പറയണം, ഓരോ വൈകുന്നേരങ്ങളിലും നമ്മൾ ഈ ലോകത്തിൽ യാത്ര ചെയ്ത് നമ്മുടെ പ്രവൃത്തി എല്ലാം തീർത്ത് വീട്ടിൽ സ്വസ്ഥമായി എത്തിയിരിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് അന്ന് പകൽക്കാലം ദൈവം ചെയ്ത നന്മകൾക്ക് മുഴുവൻ നന്ദി പറയണം. അന്ന് പകൽക്കാലം ദൈവം, ഇന്ന് പകൽക്കാലം ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയണം. എന്നാൽ ഏതെങ്കിലും ഒരു വീഴ്ച, ഏതെങ്കിലും ഒരു പാവ സാഹചര്യത്തിലേക്ക് കേൾക്കാനോ കാണാനോ ചിന്തിക്കാനോ അവസരം ഉണ്ടായി അതിൽ വന്നുപോയെങ്കിൽ ആ നിമിഷം അവിടെ ഇരുന്ന് മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് പറയണം, കർത്താവേ മാപ്പ് തരണം, യേശുവേ എന്നോട് മാപ്പാക്കണം. കർത്താവേ, ഇന്ന് എന്റെ ചിന്തയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു പാപമുണ്ടെങ്കിൽ കർത്താവേ കണക്കിടരുതേ, അത് മായിക്കണമേ. നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണത്താൽ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ എന്നിലുള്ള പാപങ്ങളെ മായിച്ച് ഇനി ആ പാപ സ്വഭാവത്തിലേക്ക് മടങ്ങി പോകാതെ, ഇനി ആ പാപ ചിന്തയിലേക്ക് മടങ്ങി പോകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അനുദിനം എന്നെ നടത്തണമേ, എന്നെ നയിക്കണമെന്ന് ഓരോ വിശ്വാസിയും സ്വയം ഇരുന്ന് ദൈവവുമായി സംസാരിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കും, യേശു നമ്മളോട് സംസാരിക്കും. യേശുവിന്റെ ആത്മാവ് മോശയോട് സംസാരിച്ച യഹോവയായ ദൈവം, ആ ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് സംസാരിക്കും. നമ്മളിരുന്ന് ഈ ദൈവവചനത്തിലേക്ക് നമ്മൾ ആഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് നമ്മൾ ശോധന ചെയ്യണം. ഞാൻ കേട്ട വചനത്തിൽ പ്രകാരമാണോ എന്റെ ജീവിതം? കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ മേൽ ആരുടെയെങ്കിലും കണ്ണുനീരോ, ആരുടെയെങ്കിലും രക്തമോ, ആരുടെയെങ്കിലും ശാപമോ ഈ നിലനിൽക്കാൻ അനുവദിക്കരുതേ. ഞാൻ ഇനിയൊരു പാപ ചിന്തയിലേക്ക്, ഒരു ലോക ചിന്തയിലേക്ക് ഞാൻ മടങ്ങി പോകുവാൻ ദൈവം അനുവദിക്കരുത്. ഏതെങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു കണ്ണുനീര് എന്റെയോ എന്റെ കുടുംബത്തിന്റെ മേലെ ഉണ്ടെങ്കിൽ നിന്റെ രക്തത്തിന്റെ പകിട്ടാൽ അത് നീക്കിക്കളയണമേ, എന്നെ കഴുകണമേ. ഇനി ആ പാപ സാഹചര്യത്തിലേക്ക് മാറിപ്പോകുവാൻ, നീങ്ങിപ്പോകുവാൻ എന്നെ അനുവദിക്കരുത്. യേശുവേ, നിന്റെ തിരുരക്തം എനിക്ക് സംരക്ഷണമായി തീരണം. നിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ വസിച്ച് എന്നെ നടക്കുവാൻ, നേർവഴിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കണം ദൈവത്തോട്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മോശയോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു പോകും നമ്മൾ കാണുന്നു. 33:14 എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ സാന്നിധ്യം മോശയോട് കൂടെ പോയ പോലെ ആ ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ പോലും അതിന്റെ അപ്പുറമായി ദൈവ
ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് ദൈവാത്മാവ് നമ്മളെ വഴി നടത്തുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക നമ്മുടെ ഉള്ളത്തിലേക്ക്. നിങ്ങൾക്കറിയാം, ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മുടെ ദേഹിയുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, നമ്മുടെ ആത്മാവ് മനുഷ്യാത്മാവ്. ആ മനുഷ്യാത്മാവിലാണ് പരിശുദ്ധാത്മാവ് എന്ന് വസിക്കുന്നത്. ആ മനുഷ്യാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് വസിക്കുമ്പോൾ ആ ആത്മാവ് വസിക്കുന്ന എന്റെ ആത്മാവിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. ആ ദൈവാത്മാവ് എന്റെ ആത്മാവിനോട് സംസാരിക്കും, എന്റെ ആത്മാവ് എന്റെ മനസ്സിനോട് സംസാരിക്കും. അത് പറഞ്ഞ് ഞാൻ വചനം വായിച്ച് പ്രാർത്ഥിച്ച് അനുദിനം ഞാൻ വളർന്നു വരണം. വചനം കേട്ട് വചനം വായിച്ചും കേട്ടും ഞാൻ വളരണം. ദൈവം നമ്മളെ വളർത്തും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. പ്ലാവ്, മാവ്, അയനി, എല്ലാ മരങ്ങളും, നാട്ടുമരങ്ങളും കാട്ടുമരങ്ങളും എല്ലാം ഉണ്ട്. ആ മരം ഒരു പ്രായം കഴിയുമ്പോഴാണ് അതിന് കാതൽ ഉണ്ടാകാൻ തുടങ്ങുന്നതിന്റെ ഉള്ളിൽ. ആ കാതൽ മരം മൂക്കും തോറും അതിന് കാതൽ വന്നുകൊണ്ടിരിക്കും, വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. മരം വണ്ണം വെക്കുന്നതിനനുസരിച്ച് ഉള്ളിൽ കാതൽ നിറഞ്ഞ് വന്ന് ഒരു പ്രായ പരിധിയാകുമ്പോഴേക്കും പിന്നെ അത് വണ്ണം വെക്കില്ല. വെള്ളങ്ങളെല്ലാം കുറഞ്ഞ് തൊലി മാത്രം അല്പം ശകലം വെള്ളയുണ്ടാവും, ബാക്കി മുഴുവൻ കാതലായിത്തീരും. അതുപോലെ നമ്മൾ ഓരോരുത്തരും അനുദിനം വചനം വായിച്ചും വചനം കേട്ടും പ്രാർത്ഥിച്ചും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ ആത്മാവിൽ നിന്നും ആ പരിശുദ്ധാത്മാവ് വളർന്ന് നമ്മുടെ ദേഹിയിലേക്ക് വരണം. നമ്മുടെ ദേഹിയിലേക്ക് ആത്മാവ് വന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞു വന്ന് നമ്മുടെ ദേഹം മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയും. നമ്മുടെ കണ്ണ് നിറയും, നമ്മുടെ നാവ് നിറയും, നമ്മുടെ മനസ്സ് നിറയും, നമ്മുടെ ഉള്ളം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അപ്പോഴാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കും. അപ്പൊ തിന്മയായി തിരിയാതിരിക്കും. എന്റെ കണ്ണ് തിന്മ കാണാതിരിക്കും, എന്റെ നാവ് തിന്മ പറയാതിരിക്കും, എന്റെ ഹൃദയം തിന്മ ചിന്തിക്കാതിരിക്കും. കാരണം എന്റെ ഉള്ളിൽ മുഴുവൻ ആത്മാവ് നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. അതാണ് 1 കൊരിന്ത്യരുടെ പുസ്തകം 3-ാം അധ്യായം 16-17 തിരുവചനം നമുക്കിതറിയാം. നമ്മൾ അനേക ആയിരങ്ങൾ പതിനായിരങ്ങൾ കേട്ടതാണ്, പറഞ്ഞതാണ്, വായിച്ചതാണ്, പ്രസംഗിച്ചതാണ്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. ഹല്ലേലൂയ. ഈ ശരീരം, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ദൈവാത്മാവിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം. അതെ, ആ സമാധാനവും സന്തോഷവും നമ്മുടെ മനസ്സിലും ശരീരത്തിനും ഉണ്ടാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമ്മുടെ ചിന്തകളിലേക്ക് ദൈവത്തിന്റെ ആരാധനകൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുക. ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മൾ ഈ ദേശത്ത് കാണുന്ന, ഇന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന അനേക മനുഷ്യരെ പോലെയുള്ളവരല്ല നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരാണ്. നമുക്ക് കിട്ടിയ ഈ പ്രത്യാശ, നമുക്ക് കിട്ടിയ വിശ്വാസം, നമുക്ക് കിട്ടിയ അനുഗ്രഹം, നമുക്ക് കിട്ടിയ ആത്മാവ് അനേകരിലേക്ക് പകരപ്പെടുവാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഇന്ന് നമ്മുടെ ശുശ്രൂഷ ജീവിതം മുന്നോട്ട് പോകുന്നത്. അനേകർക്ക് ഈ സന്തോഷം കിട്ടണം. നമ്മുടെ തലമുറകൾക്ക് ഈ സന്തോഷം കിട്ടണം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 20-19 ഞാൻ ഓർക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന എന്റെ പിതാക്കന്മാരുടെ മക്കളെ ഞാൻ 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന തിരുവചനമാണ്. ഹല്ലേലൂയ. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ മക്കളെ 3-4 തലമുറ കൊണ്ട് അവരെ ശിക്ഷിക്കുമെന്ന് പറയുന്ന വചനവുമുണ്ട്. നമ്മൾ ഇന്ന് ശിക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, നമ്മൾ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ.
നമ്മൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരല്ല. നമ്മുടെ തലമുറകളുടെയോ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടവരല്ല. എന്റെയും എന്റെ തലമുറകളുടെയും പാപത്തിനും ശാപത്തിനുമായി എന്റെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. അവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പൊ നമ്മൾ നശിച്ചു പോകുന്ന ഒരു കൂട്ടത്തിലുള്ളവരല്ല. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് കിട്ടിയ വിശ്വാസം എന്റെ തലമുറകൾക്ക് കിട്ടിക്കണമെന്നില്ല. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, സമർപ്പിച്ച് അടിയനിതാ കർത്താവേ, അടിയനിതാ കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്റെ തലമുറയ്ക്ക് വാഗ്ദത്തമുണ്ടല്ലോ കർത്താവേ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ അനുസരിക്കുന്ന പിതാക്കന്മാരുടെ മക്കളെ 1000 തലമുറ വരെ അനുഗ്രഹിക്കാൻ എന്റെ വാഗ്ദത്തമുണ്ടല്ലോ കർത്താവേ. ആ വാഗ്ദത്തം എന്റെ പേരിൽ നിന്നെ സ്നേഹിക്കുന്നവനായി എന്നെയും എണ്ണണമേ. എന്റെ തലമുറയെ എന്റെ ദൈവം അനുഗ്രഹിക്കണമേ. എന്റെ തലമുറകളെ എന്റെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞാനാകുന്ന അപ്പനും നിങ്ങളാകുന്ന അപ്പനും അമ്മയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മള് പലരുമുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാം എന്ന് കർത്താവിന്റെ വാഗ്ദത്തമുണ്ട്. നമ്മൾ സങ്കടപ്പെട്ട് പിന്മാറുന്നവരല്ല. ദൈവവചനത്തിൽ നിലനിന്ന് ഈ തിന്മയുടെ ശക്തിയെ പ്രാർത്ഥിച്ചു പരാജയപ്പെടുത്തുന്നവരാണ് നമ്മള്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഞാനൊരു പ്രത്യേകത കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും എവിടുന്നെങ്കിലും തട്ടിക്കൂട്ടി സംഘടിപ്പിച്ചൊരു കൂട്ടായ്മയല്ല നമ്മുടെ കൂട്ടായ്മ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവാത്മാവ് സംസാരിച്ച് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ഇത് തുടങ്ങി വെച്ച ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവം ഒരു പറ്റം മനുഷ്യരെ തെരഞ്ഞെടുത്ത് അവന്റെ ആത്മാവിനെ കൊടുത്ത് അവൻ ജീവിക്കുന്നവനായി കണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തീർന്നു പോയോ? ഇല്ല, തീർന്നു പോയിട്ടില്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും നിലനിൽക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ഉണ്ടാകും. സ്തോത്രം. എന്ന് നമ്മൾ ഷാരിപ്പാസോടെ കേട്ടു. ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് യേശു ചെയ്തതും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവാൻ പറഞ്ഞു. എല്ലാ അധികാരവും യേശുവിന് കിട്ടി. ആ അധികാരം മുഴുവൻ നമുക്ക് തന്നിരിക്കുന്നു എന്ന് ഷാരിപ്പാസോടെ നമ്മൾ പകൽക്കാലം കേൾക്കുവാനുള്ള വന്നു. ആ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണം. അവന്റെ ആത്മാവിനെ എനിക്ക് തരുവാനായി. നമുക്ക് കിട്ടിയില്ല എന്നല്ല, നമുക്ക് കിട്ടി. നമുക്ക് കാതലുണ്ട്. അതുപോരാ, അതുപോരാ. വെള്ളയൊട്ടും വേണ്ട, പുൽക്കാതലാകണം. ഹല്ലേലൂയ. പുൽക്കാതലാകണം. നമുക്ക് പുൽക്കാതലായി തീരണം. പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി നമ്മൾ നിറയണം. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം തരും. നമുക്ക് ദൈവം തരും, ദൈവം തരും. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതോറും, വചനം കേൾക്കുന്നതോറും, പ്രസംഗിക്കുന്നതോറും, പ്രാർത്ഥിക്കുന്നതോറും, ഉപവസിക്കുന്നതോറും അതിന്റെ ശക്തി കൂടി 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 വന്ന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയും. ഓരോരുത്തരും നിറയും, ഓരോരുത്തരും നിറയും. നമ്മൾ ഓരോരുത്തരും നിറയും. ആരാരും തയ്യാറാകുന്നോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിറച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. നമുക്ക് ആഗ്രഹം വേണം. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം വേണം. കർത്താവേ, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ ബൈബിൾ എഴുതപ്പെട്ട ഈ വചനം ഞാൻ വായിക്കും. ഞാൻ ക്ഷീണിച്ചുറങ്ങി പോകില്ല. ഞാൻ ഈ വചനം വായിക്കും, ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ആകുന്ന കൂട്ടായ്മയിൽ, എന്റെ ദേശത്തെ എന്റെ കൂട്ടായ്മയിൽ ഞാൻ കൂട്ടായ്മയോട് ചേർന്നിരിക്കും. ഞാൻ ദൈവത്തെ ആരാധിക്കും. ഞാനും എൻ കുടുംബവും ദൈവത്തെ ആരാധിക്കും. ദൈവത്തോട് ചേർന്നിരിക്കും. കർത്താവിനെ വിട്ട് ഞാൻ പോകില്ല. ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. വീട്ടിലും ആരാധിക്കണം, സഭയായും ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹം വേണം നമുക്ക്. ദാഹിക്കണം. ദാഹിച്ചു, പാട്ട് പാടുന്നില്ലേ? ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരെ. അതെ, ദാഹത്തോടെ ചോദിക്കണം. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ ആത്മാവിനെ അധികമായി എന്നിൽ തരണമേ. യേശു പറഞ്ഞില്ലേ യോഹന്നാന്റെ സുവിശേഷം
7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ തിരുവചനം യേശുവിലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ നദി പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്കറിയാം ആ നദി, നമുക്കറിയാം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ്, ആ അഭിഷേകം നമ്മളിൽ നിന്ന് ഒഴുകണം. നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത്. ആദ്യം പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. ആ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്നത് വളർന്ന് 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 ഒരു മരം കാതൽ വെച്ച് മൂത്ത് ആ ഉണർന്ന് വരുന്നത് പോലെ ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അല്പം മുമ്പ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആകണം. നമ്മൾ വളരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. സ്തോത്രം. ഹല്ലേലൂയ. അനവധി പ്രസംഗം കേട്ടതാണ്, ഒരുപാട് വട്ടത് വായിച്ചു പോയതാണ്. ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന, ഞങ്ങളൊരു 10 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. ആ ഉപവാസ പ്രാർത്ഥനയിൽ ഒത്തിരി സമയം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ദൈവം കൃപ തന്നു. അന്ന് ഈ വചനം ഹൃദയത്തിലേക്ക് ദൈവം തന്ന്, ദൈവം അതിന്റെ അർത്ഥതലങ്ങളെ വ്യാഖ്യാനിച്ചു തന്ന് നമ്മളെ ബലപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. ഇതൊരു വാഗ്ദത്ത വചനമാണ്. എന്താണ്? ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ എന്താണ് പകരുമെന്ന് പറഞ്ഞത്? ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്ന പോലെ ജീവജലത്തിന്റെ നദിയൊഴുകും. ദാഹത്തോടെ ഇരിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുമെന്ന വാഗ്ദത്തമാണ്. ദാഹിച്ചിരിക്കുന്ന ദാഹാർത്തരെ എന്റെ അടുക്കൽ വന്ന് കുടിക്കുവിൻ. ദാഹത്തോടിരിക്കെ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനായി ദാഹത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു അഗ്നി, ഒരു കൊടുങ്കാറ്റ് തന്നെ ദൈവം നമ്മുടെ മേൽ അയക്കും. വാഗ്ദത്തമാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ഒന്നുമില്ലാതെ ഉണങ്ങിക്കിടക്കും. നമുക്കറിയാം, ഈ മഴ പെയ്യുന്നതിന് മുമ്പ് മണ്ണുണങ്ങിക്കിടന്നു, അവിടെ ഒരു പുല്ല് മുളയ്ക്കുന്നില്ല, ഒരു അനുഭവമില്ല, വാടിക്കരിഞ്ഞ അവസ്ഥയാണ്. എന്താണ്? അവിടത്തേക്ക് നീരൊഴുക്ക് ദൈവം പകരും. എന്റെയും നിന്റെയും ജീവിതത്തിന് വരണ്ട അവസ്ഥ ദൈവം മാറ്റും. നീ ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ, ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ദാഹിച്ചിരിക്കുന്നിടത്ത് അവൻ വെള്ളം പകരും. അവൻ പരിശുദ്ധാത്മാവിനെ അവൻ തരും. പരിശുദ്ധാത്മാവിനെ തരും 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 തരും. അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. വീട്ടിൽ നിന്നും വചനം വായിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഒരു അധ്യായമെങ്കിലും ഉച്ചത്തിൽ വീട് മുടങ്ങുവാറത്ത് ഉച്ചത്തിൽ നമ്മൾ വായിക്കണം വചനം. അവിടെയുള്ള പരിശുദ്ധാത്മ ശക്തിയ വചനത്തിലൂടെ അവിടെ വ്യാപരിക്കും. രാവിലെയും വൈകുന്നേരവും വചനം ഉച്ചയ്ക്ക് വായിക്കാൻ സൗകര്യമാണ്. അതിനുള്ള സാഹചര്യമുണ്ടോ? എപ്പോ വേണേലും വായിക്കാം. ഉറക്കെ എത്ര വായിക്കാൻ സമയമില്ല. രാവിലെയും വൈകുന്നേരം ഉച്ചത്തിൽ നീ വചനം വായിക്കണം. നിന്റെ വീട്ടിൽ നിന്നും ഈ എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനം നീ വായിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി ആ ഭവനത്തിൽ വ്യാപരിക്കും. അവിടെയുള്ള അന്ധകാര സ്കന്ധനങ്ങൾ, അവിടെയുള്ള ദുഃഖങ്ങൾ, വേദനകൾ, രോഗങ്ങൾ ആ വീട്ടിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകും. നീ വായിക്കേ. മടിച്ചിരിക്കാതെ വായിക്ക്. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ യേശുവാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നമ്മുടെ അവസ്ഥ മാറും. പ്രാർത്ഥിക്കാത്തവൻ പ്രാർത്ഥിക്കും, പാടാത്തവൻ പാടും, പ്രസംഗിക്കാത്തവൻ പ്രസംഗിക്കും, മുട്ടേദിക്കാത്തവൻ മുട്ടേദിക്കും. അയ്യോ 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 എന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞവരല്ല അയ്യോ മാറ്റും. ആമേൻ. അനുഗ്രഹമാണ് ദൈവം. അവന്റെ അവസ്ഥയെ ദൈവം മാറ്റുകയാണ്. അവന്റെ വരണ്ട അവസ്ഥ സാമ്പത്തികപരമായി, ആരോഗ്യപരമായി, എനിക്ക് വയ്യ എന്ന് പറയുന്നു, എന്തെങ്കിലും ഇല്ല എന്ന് പറയുന്നു, അവസ്ഥയൊക്കെ ദൈവം മാറ്റും. വരണ്ട സ്ഥലത്ത് അവൻ നീരൊഴുക്കും. അവൻ അനുഗ്രഹം, അവന്റെ ആത്മാവിനെ അവൻ പകർന്ന് നമ്മളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഇത് വാഗ്ദത്തം
ഇത് വാഗ്ദത്തമാണ്. ദാഹിച്ചിരിക്കുന്ന വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ ഞാൻ എന്റെ ആത്മാവിനെയും, ഹല്ലേലൂയ, നിന്റെ സന്തതിയുടെ മേൽ ഈ ദാഹത്തോടെ കാത്തിരുന്ന് ഈ വചനം കേട്ട് വചനം ഏറ്റെടുത്ത് ജീവിക്കുവാൻ തുടങ്ങിയ നിന്റെ മക്കളുടെ മേൽ എന്റെ ദൈവം അവന്റെ ആത്മാവിനെ പകരുമെന്ന് വാഗ്ദത്തമാണ്. ഇത് വാഗ്ദത്തമാണ്. ഇത് വിശ്വാസയോഗ്യമാണ്. ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാക്കാണ്. യേശുവിന്റെ യഹോവയുടെ വാക്കാണ്. യേശുവിന്റെ വാക്കാണ്. പരിശുദ്ധാത്മാവിന്റെ വാക്കാണ്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട് യേശയ്യാ പ്രവാചകനോട് പ്രവചിച്ച് എഴുതി വെച്ച വചനമാണിത്. ഇതിന് ജീവനുണ്ട്, ഇതിന് ശക്തിയുണ്ട്, ഇതിന് വിടുതലുണ്ട്. ഇത് സത്യമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നിന്റെ സന്തതിയുടെ മേൽ ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ അത് അയച്ചിരിക്കും. എന്ത് ചെയ്യണം? നീ ദാഹത്തോടെ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കണം. ദാഹത്തോടെ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കണം. ഈ ലോകത്തിന്റെ മോഹത്തിലേക്ക് പോകാതെ നിന്റെ മനസ്സും ബുദ്ധിയും ഈ ലോകത്തിലെ ലോക ചിന്തയിലേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന, നിന്റെ ആത്മാവിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് വചനം കേട്ടും വായിച്ചും പ്രാർത്ഥിക്കുമ്പോൾ, നീ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് വളർന്ന് നിന്റെ മനസ്സ് ലോകത്തിലേക്ക് പോകാതെ, നിന്റെ ദേഹി ചിന്തകൾ ലോകത്തിലേക്ക് പോകാതെ, നിന്റെ ഇച്ഛ ലോകത്തിൻ്റെതാകാതെ ദൈവത്തിൻ്റെതായി ദൈവത്തിനും ദൈവവചനത്തിലും നിലനിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതം മാറും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ യേശുവിന്റെ സമാധാനം നീ അനുഭവിക്കും. എല്ലാ നന്മ കൊണ്ടും നീ നിറയും. നീ വാഴുന്ന നിന്നെ എന്റെ കർത്താവ് തലയാക്കി തീർക്കും. അതാണ് അവന്റെ വചനം. അവന്റെ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും പകരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, ഉറക്കെ പ്രാർത്ഥിക്കണം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം, മടിച്ചിരിക്കരുത്, ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ലജ്ജിതനാകേണ്ട, നമ്മൾ നാണിക്കേണ്ട, നമ്മൾ ഭയപ്പെടേണ്ട. എന്റെ ക്രിസ്തു, എന്റെ ആത്മാവ് എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെ പകരുന്ന വാഗ്ദത്തമാണ്. ഞാൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്റെ മക്കളോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കണം. ഉറപ്പായിട്ട് ഇത് നിവർത്തിയാകും. ഈ വചനം നിവർത്തിയാകും. ഈ വചനം നിവർത്തിയാകും. ഈ വചനം നിവർത്തിയാകും. നിന്റെ സന്തതി മേൽ എന്റെ അനുഗ്രഹം, നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരുമെന്ന് ദൈവമാണ് പറഞ്ഞത്. യഹോവയായ ദൈവം, അത്യുന്നതനും സർവശക്തനും സർവാധിപനുമായ ദൈവമാണ് പറഞ്ഞത്. ഇത് പകരുമെന്ന വാഗ്ദത്തമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന ആ വചനം ഇവിടെ നിവൃത്തിയാകും. ഞാനിത് ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, നിങ്ങളിത് ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് വിശ്വാസയോഗ്യമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് ജീവനുണ്ട്. ഇത് ഫലം പുറപ്പെടുവിക്കും. നിങ്ങളിത് കാണും. അനുഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും കാണും. പക്ഷേ ഞാനൊരു പാവത്തിലായിരിക്കരുത്. ദാഹത്തോടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ദാഹത്തോടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കണം ദൈവത്തോട്. പരിശുദ്ധാത്മാവേ എന്നെ നടത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ, യേശുവേ എന്നെ നയിക്കണമേ, കർത്താവേ എന്നെ നയിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പറയണം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്, അവർക്ക് കുറവുകളൊന്നുമില്ല. അവർ നല്ലൊരു പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലൊരു പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലൂടെയാണ് മക്കളുടെ യാത്ര. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അവരെല്ലാം ഇപ്പൊ കണ്ണുകളടച്ച് മനസ്സിൽ അവരെ ഓർക്കാം. നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ, മക്കളെയും കൊച്ചുമക്കളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ ഈ വചനം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഈ വചനം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം പകരുമെന്ന് അരുളിച്ചെയ്ത ദൈവമേ, നിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അധികമായി എനിക്ക് തരണമേ. കർത്താവേ, എനിക്കൊന്നും കഴിയാത്ത അവസ്ഥ, അവിടത്തേക്ക് നീ ഇറങ്ങി വന്ന് നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മേൽ പകരണമേ. എന്റെ മക്കളുടെ മേൽ, എന്റെ മക്കളായിരിക്കുന്ന അവസ്ഥ
അവസ്ഥയിൽ നിന്ന് എന്റെ ദൈവം മാറ്റി. എന്റെ കർത്താവെ, മക്കളുടെ ചിന്തകളിൽ നിന്നും മാറ്റി, മക്കളുടെ അവസ്ഥകളിൽ നിന്നും മാറ്റി. മക്കൾ നിന്റേതായി തീരുവാൻ, നിന്റെ സ്വന്തമായി തീരുവാൻ കർത്താവെ, എനിക്ക് കിട്ടിയതിനപ്പുറം വെളിപ്പാടുകളെ എന്റെ തലമുറകൾക്ക് കൊടുത്ത് എന്റെ തലമുറയിൽ അനുഗ്രഹിക്കുന്ന തലമുറയായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവെ നിയന്ത്രിക്കണമേ. യേശുവെ നിയന്ത്രിക്കണമേ. എന്റെ കുഞ്ഞുങ്ങളുടെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ. എന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ. എന്റെ വീടിന്റെ കർത്തൃത്വം അങ്ങേറ്റെടുക്കണമേ. യേശുവിന്റെ കുടുംബത്തിന്റെ കർത്തൃത്വം അങ്ങേറ്റെടുക്കണമേ. എന്റെയും എന്റെ കുടുംബത്തെയും എന്റെ യേശു നയിക്കണമേ. എന്റെ യേശു നയിക്കണമേ. നിന്റെ തിരുരക്തം സാക്ഷിയാക്കി എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ രക്തത്തിന്റെ പകിട്ടാൽ, യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൊഴുകിയ രക്തത്തിന്റെ പകിട്ടാൽ, അതിന്റെ ശക്തിയാൽ എല്ലാ കുടുംബങ്ങളിലും അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. ലോകത്തെയും പാപത്തെയും പിശാചിനെയും തോൽപ്പിച്ച് നമ്മളെ അന്ധകാരത്തിൽ നിന്നും അടിമത്തിൽ നിന്നും ലോകത്തിൽ നമ്മളെ വിളിച്ച് വേർപെടുത്തിയ ദൈവം, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തയ്യാറാകാൻ നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കാം. നമുക്ക് മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബം മുഴുവൻ സമർപ്പിക്കാം. നമുക്കുള്ളതെല്ലാം സമർപ്പിക്കാം. ഇന്നു മുതൽ എല്ലാം കർത്താവിൻ്റെതാകട്ടെ. ഇതാ കർത്താവെ, അടിയന്റെ സമസ്തവും നിനക്കായി സമർപ്പിക്കുന്നു. ഇതാ നിന്റെ പാദപീഠത്തിൽ ഞാനിതാ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഇതാ കർത്താവെ നിന്റെ മുൻപിൽ ഏൽപ്പിക്കുന്നു. ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അടയാളങ്ങൾ തീർന്നിട്ടില്ല. ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം ചെയ്യും. കർത്താവ് അത്ഭുതം ചെയ്യും. നമ്മുടെ ജീവിതം മാറും. നമ്മൾ ആള് മാറിയതുപോലെയാകും. പുതിയൊരു മനുഷ്യനാകും. പുതിയൊരു സൃഷ്ടിയാകും. നമ്മുടെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിച്ചേ യേശുവിനോട് പറഞ്ഞേ, കർത്താവേ എന്നോട് സംസാരിക്കണമേ. ഓ കർത്താവേ, അങ്ങ് മോശയോട് സംസാരിച്ചത് പുറപ്പാട് 33:11 ഞങ്ങൾ കേട്ടല്ല കർത്താവേ. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ മോശയോട് സംസാരിച്ച കർത്താവേ, എന്നോട് സംസാരിക്കണമേ കർത്താവേ. എന്റെ ഉള്ളിലിരിക്കുന്ന കർത്താവേ, എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആ ശക്തി വർദ്ധിക്കട്ടെ. പ്രാർത്ഥന വിളിച്ചിരുന്ന് ആഗ്രഹത്തോടെ ചോദിക്കുക. കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ അധികമായി പകരണമേ. പരിശുദ്ധാത്മാവിനെ അധികമായി ഞങ്ങൾക്ക് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവം തരും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും. അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറന്നു തരും. മുട്ടിക്കോ കർത്താവിന് വചനമായി വന്ന് ആത്മാവായി വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളിൽ മുട്ടുന്നോ തുറന്നു കൊടുക്കുക. വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കർത്താവിനെയും ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ രോഗങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ വേദനകളും യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് കുടുംബങ്ങളെയും തങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി കർത്താവേ. അങ്ങ് അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതം മാറട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും നിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അധികമായി പകർന്ന് ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ആമേൻ. നമുക്ക് എഫെസോസ് ലേഖനത്തിലേക്ക് പോകാം. എഫെസ്യർ 4-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 29-ാമത്തെ തിരുവചനം പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ആരോടെന്ന് പറഞ്ഞത്? ദൈവജനത്തോട്, ദൈവത്തിന്റെ സ്വന്തം ജനത്തോട് പറയുവാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി
നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുതെന്ന് എന്നോട് പറഞ്ഞു എന്ന് പകൽക്കാലം കർത്താവ് ഇപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോട് പറഞ്ഞു. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരിൽ ആർക്കെങ്കിലും ആത്മീയ വർധനവ് വരാത്ത വാക്കുകൾ ഒന്നും നമ്മളുടെ എന്റെയും നിങ്ങളുടെയും വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുകയാണ്. പ്രിയരെ, ക്രിസ്തുവിൽ ഏറ്റവും പ്രിയരെ, ഈ വചനം നമ്മൾ നോക്കണം. നമ്മുടെ വായെ നമ്മൾ സൂക്ഷിക്കണം. ഇതിങ്ങനെ നല്ല വാക്ക് വരണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണം. ഹല്ലേലൂയ. ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ പരിശുദ്ധാത്മാവിന് വിരോധമായി, പരിശുദ്ധാത്മാവിനെതിരായി ഒരു വാക്കും നമ്മുടെ വായിൽ നിന്നും വീഴരുത്. നമ്മൾ സംസാരിക്കുന്നത് ആത്മീയ വർദ്ധനവിനായിരിക്കണം. നമ്മൾ സംസാരിക്കുന്നത് ഒരു വാക്കും ആകാത്ത നമ്മുടെ വായിൽ നിന്നും പുറപ്പെടരുത്. സ്തോത്രം. അപ്പോഴാണ് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ത് ദാഹിച്ചിരിക്കുന്നിടത്തേക്ക് നീരൊഴുക്കുണ്ടാകുന്നത്. സ്തോത്രം. തന്നിട്ടുണ്ട് ഉള്ളിൽ, തന്നിട്ടുണ്ട് ഉള്ളിൽ. പൗലോസ് തിമോത്തിയോട് പറഞ്ഞു, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. അത് പ്രാർത്ഥനയിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയാണ്. ഇവിടെ പറയുവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനിലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. നമ്മളിൽ ഇനി ഒരു കയ്പും വരരുത്. കാരണം യേശുവിന്റെ ആത്മാവായ, ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവില്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 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 അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. എല്ലാ കയ്പും ആരോടും ഈ ദൈവമക്കൾക്ക്, ദൈവമക്കളെന്ന് പറയുന്ന ദൈവയേശുവിനെ രക്ഷകനാഥനുമായി ഏറ്റെടുത്ത ഒരാൾക്ക് പോലും ആരോടും ഒരു കയ്പുണ്ടാകാൻ പാടില്ല. എന്താ കാരണം? അവർ യേശുവിനെ ഏറ്റെടുത്തുകൊണ്ട്, യേശു അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ട്, യേശു അവരുടെ ഉള്ളിൽ ആത്മാവായി ഇരിക്കുന്നത് കൊണ്ട് അവരുടെ കയ്പുകളെല്ലാം മാറിപ്പോയി. ഇനി നമുക്കാർക്കും ആരോടൊരു കയ്പില്ല, ആരോടൊരു കയ്പ് വേണ്ട. നമുക്ക് യേശുവുണ്ട്, യേശുവിന്റെ സ്നേഹമുണ്ട്, യേശുവിന്റെ ആത്മാവുണ്ട്, യേശു വഴിയുള്ള സൗഖ്യമുണ്ട്, യേശു വഴിയുള്ള വിടുതലുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ഉയർത്തുന്നതെല്ലാം, എല്ലാ സ്ഥലത്തും നമ്മളെ ഉയർത്തുന്നത് ദൈവമാണ്. ഞാൻ നട്ടു, എന്താ പറയുന്ന വചനം? ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. ദൈവമാണ് വളരുവാറാക്കിയത്. നമ്മളെ വളർത്തുന്ന ദൈവമാണ്. ദൈവം നമ്മളെ വളർത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. നമ്മളതിനെ കെടുത്തി കളയുന്നു, അതിനെ ദുഃഖിപ്പിക്കുന്നു. അത് പാടില്ല. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയും പരാജയപ്പെടുത്തുവാൻ ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിക്ക് കഴിയില്ല. കാരണം അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. ഈ ആകാശവും ഭൂമിയും സമുദ്രവും സൃഷ്ടിച്ച അത്യുന്നതനും സർവാധിപനും സർവശക്തനുമായ ദൈവത്തോടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവനെ പരാജയപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അവനോട് കൂടെ ദൈവമുണ്ട്. ദൈവം നിങ്ങളുടെ പക്ഷത്തെങ്കിൽ ആര് നിങ്ങൾക്കെതിരായിടും? ആമേൻ. ആരാണ് പക്ഷത്തുള്ളത്? ദൈവം. എന്നോട് കൂടെ എന്റെ ദൈവമുണ്ട്. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം നമുക്ക് സുപരിചിതമാണ്.
ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെ നടത്തുന്ന ദൈവമാണ്. ദൈവം നടത്തുന്നു. ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അതുകൊണ്ട് എന്റെ വായിൽ നിന്നൊരു കയ്പ് വരികയില്ല. ഒരു കയ്പായ അനുഭവം എന്റെ വായിൽ നിന്ന് ചിന്തയെന്നോ വരില്ല. ദൈവമാണ് എന്റെ ഉള്ളിൽ. ആത്മാവായി, പരിശുദ്ധാത്മാവായി ദൈവം എന്റെ ഉള്ളിലിരിക്കുന്നു. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും നിന്റെ സമീപത്തും ദൈവമാണ് ഇരിക്കുന്നത്. ദൈവവചനമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. വീഴ്ച വരാതെ നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. കർത്താവേ, ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. വീഴാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കണം. എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ വചനം കേൾക്കണം, ഞാൻ വചനം വായിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കണം. നിൽക്കുന്നവൻ വീഴാതെ ഇരിക്കുന്നതിന്റെ കാരണം പ്രാർത്ഥനയാണ്. നമ്മളിവിടെ രാത്രി പ്രാർത്ഥനകൾ 75 മണിക്കൂർ നേരത്തെ പ്രാർത്ഥന, അതൊക്കെ ഒരു അനുഭവമാണ്. അനേകര് വീഴാതിരിപ്പാൻ, അനേകര് ശക്തി പ്രാപിപ്പാൻ വലിയ അനുഗ്രഹമാണ്. എന്റെയൊക്കെ ജീവിതത്തിലെ 75 മണിക്കൂർ നേരത്തെ പ്രാർത്ഥന വലിയ അനുഗ്രഹമായി. 10 ദിവസം ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന അവിടെ നടത്തി. സഭയിൽ ആള് കുറവായിരുന്നു, മതി. നമ്മൾ ഓരോരുത്തരും ബലപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആളുടെ എണ്ണമല്ല നോക്കുന്നത്. ഞാൻ വീഴാതിരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അനേകര് വീണുപോയി, എന്നാൽ ഞാൻ വീഴാതിരിക്കണമെങ്കിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ എന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കണം. നമ്മൾ പാട്ട് കേൾക്കുന്നില്ലേ? ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാ. അതെ, അനേകര് വീണുപോയവരുണ്ട്. എന്നാൽ ഞാൻ നിൽക്കുന്നെങ്കിൽ, നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപയാലാണ്. അതുകൊണ്ട് നമുക്കൊരു ഈ ശുശ്രൂഷ മേഖലയിൽ എനിക്കോ നമുക്കോ നിങ്ങൾക്കോ ആർക്കും ഒരു നിഗളവും ഒരു അഹങ്കാരവും വേണ്ട. ദൈവത്തിന്റെ കൃപയാലാണ് നിൽക്കുന്നത്. ദൈവമാണ് നിർത്തിയത്, ദൈവമാണ് വളർത്തുന്നത്. എല്ലാം ദൈവമാണ്. അവൻ അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവാധിപനാണ്. ആ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മൾ മുട്ടുമടക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവശബ്ദം കേൾക്കും. ദൈവം സംസാരിക്കും. ഉള്ളിലിരുന്ന് ദൈവം സംസാരിക്കും. ഇവനെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, ഇവൻ തീർന്നു, ഇവൻ അസ്തമിച്ചു എന്ന് ലോകം പറയും. ദൈവം നിന്നെ വിളിച്ചുവെങ്കിൽ, നീ ദൈവത്തോടു കൂടെയാണെങ്കിൽ, നീ മനം തിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് വന്നാൽ, നീ മടങ്ങി വന്നാൽ നിന്നെ അവൻ അനുഗ്രഹിക്കും, നിന്നെ അവൻ ഏറ്റെടുക്കും. നിനക്ക് കരുണ പകരും എന്റെ മേൽ. ഹല്ലേലൂയ. കർത്താവിനോട് പറയാം, കർത്താവേ, അനേകര് ഇന്ന് വരാൻ അവസരം ഉള്ളവരുണ്ടായിരുന്നു. കർത്താവേ, മഴയൊക്കെ ആയിരുന്നു, എന്നാൽ അനേക മുഖങ്ങളെ കാണുന്നില്ല. കർത്താവേ, അവരെവിടെയാണോ അവര് അവിടെ ആയിരിക്കുന്നിടത്ത് അവരെ എന്റെ ദൈവം അനുഗ്രഹിക്കണമേ. അവരെല്ലാം നിന്റെ കൃപയിൽ നിന്ന് വീണു പോകാതെ വലിയൊരു അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കേട്ട വചനങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമ്മൾ ദാഹത്തോടെ ആയിരിക്കാം. ഈ വരും ദിവസങ്ങളിൽ ഇനിയും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് പങ്കെടുക്കുവാൻ, കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാൻ, കൂടുതൽ അഭിഷേകം പ്രാപിക്കാൻ. നമ്മൾ മാത്രമല്ല, വരും നാളുകളിൽ നമ്മുടെ തലമുറകളെന്നും നരകത്തിൽ പോകാൻ പാടില്ല. നമ്മുടെ തലമുറകളെല്ലാം നിത്യതയിൽ എത്തിച്ചേരണം. ഒരു മനുഷ്യൻ എന്താ സർവ്വ ലോകവും നേടി അവന്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനമെന്ന് കർത്താവിന്റെ വചനത്തെ നമുക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ, ഞങ്ങൾ ഒരിക്കലും നിൽക്കുന്നിടത്ത് വീണു പോകുവാൻ അനുവദിക്കാതെ, ഞങ്ങൾ മാത്രമല്ല കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ ഇന്ന് വചനം കേൾക്കുന്ന എന്റെ ഈ പ്രാർത്ഥന, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നിന്റെ ആത്മാവിനെ അധികമായി പകർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറച്ച് അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ കേട്ട വചനങ്ങളൊന്നും കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നോ എടുത്തുകൊണ്ട് പോകാതെ, കർത്താവേ, എടുത്തുകൊണ്ട് പോകാതെ ഞങ്ങൾ കേട്ട വചനങ്ങളെല്ലാം 100 മേൽ ഫലം പുറപ്പെടുവിക്കുന്നതായി തീരുവത്തക്കവണ്ണം കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എന്റെ ദൈവം കർത്താവേ നിന്റെ വചനം പകർന്നു തന്ന്, നിന്റെ ആത്മാവിനെ പകർന്നു തന്ന്, നിന്റെ ശക്തി പകർന്നു തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ
പഠിപ്പിച്ച എന്ന് ഞങ്ങളെ കേൾപ്പിച്ച നിന്റെ വചനങ്ങളെല്ലാം കർത്താവേ ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അതിൽ അനുഗ്രഹമായി തീരട്ടെ. ജീവനുള്ളതാണ്, അത് അനുഗ്രഹമുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. കർത്താവേ അനുഗ്രഹം പ്രാപിക്കട്ടെ, ആ വചനം ജീവിക്കട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങൾ ആളുമാറിതുപോലെ ആകട്ടെ. പരിശുദ്ധാത്മാവെന്ന് നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോരുത്തരും നിറയട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ എന്റെ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ നിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ, നിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ, നിന്റെ ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ അധിക പങ്ക് കർത്താവേ ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം, യേശുവേ അനുഭവിക്കുവാൻ തക്കവണ്ണം നിന്റെ പ്രവൃത്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ, എല്ലാ ബന്ധനങ്ങളും ഒഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതുവഴി തുറക്കട്ടെ, പുതുവഴി തുറക്കട്ടെ, യേശുവിന്റെ വാതിൽ തുറക്കട്ടെ, യേശുവിന്റെ വാതിൽ തുറക്കട്ടെ. എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധികമായി വ്യാപരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, 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 പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചോ, സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. നമ്മൾ ദൈവത്തെയാണ് സ്തുതിക്കുന്നത്, അത്യുന്നതനായ ദൈവത്തെയാണ്, സർവശക്തനായ ദൈവത്തെയാണ്, രാജാവി രാജാവായ അത്യുന്നതനും സർവശക്തനുമായ ദൈവത്തെയാ സ്തുതിക്കുന്ന. മടി കാണിക്കേണ്ട, ദൈവമേ എന്ന് വിളിച്ച് നമ്മുടെ ജീവിതം ദൈവം മാറ്റോ. നമ്മുടെ നിലവുകൾ ദൈവം മാറ്റി എഴുതും, നമ്മുടെ നിലവുകൾ ദൈവം മാറ്റി എഴുതും. വിളിച്ചാട്ടെ യേശുവേ, എല്ലാവരും വിളിച്ചാട്ടെ, തൊണ്ട തുറന്ന് അതിരം തുറന്ന് വിളിച്ചാട്ടെ യേശുവേ, യേശുവേ. ഹല്ലേലൂയ. വിളിക്ക്, വിളിക്ക് യേശുവേ. അനുഗ്രഹങ്ങൾ പകരും. വിളിക്ക്, സ്വർഗത്തിലേക്ക് നോക്കി, ഹൃദയത്തിന്റെ കണ്ണുകൾ അകം കണ്ട് സ്വർഗത്തിലേക്ക് നോക്കി വിളിക്ക് യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ, സ്തുതിച്ചേ, സ്തുതിച്ചേ. ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വന്നവനും വരാനിരിക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.